ട്രെയിലറൊക്കെ കണ്ടപ്പം രണ്ടുപേരും ഭയങ്കര സീരിയസ് ആയിട്ടാണ് വന്നേക്കുന്നത്. റിയൽ ലൈഫിൽ നിങ്ങൾ ഭയങ്കര കോമഡിയും ചില്ലായിട്ടുള്ള ആൾക്കാരാണ്. ഓ ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ ശരിക്കും റിയൽ ലൈഫിൽ ഭയങ്കര സീരിയസ് ആണോ? ആണ്. ഈ കോമഡി മാത്രമേ ഉള്ളൂ അല്ലേ? ഓ നമുക്കറിയാലോ. അതിപ്പോ ഞങ്ങള് ഭയങ്കര സീരിയസ് ആയിരുന്നു. ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോ ഞങ്ങൾ അതിനുവേണ്ടി അങ്ങ് അഭിനയിക്കും. പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഒരു കോമഡി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും സീരിയസ് ചെയ്യാൻ കഴിയും. ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട, കാര്യം പറ. എന്നിട്ട് നമ്മളിപ്പം കോമഡിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളൂ, പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ. ബിനുവിന്റെ മുഖം ഒരിക്കലും ഒരു കൊമേഡിയന്റെ മുഖം അല്ല. അല്ല, കറക്റ്റാ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. സാറേ, ശങ്കറിന് സാറിനോട് എന്തോ പറയാനുണ്ട്. എന്താ ശങ്കര? ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. എന്താ മിണ്ടാഞ്ഞ് നാ പറഞ്ഞിപ്പോയോ? എടാ, ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമല്ലായിരുന്നോ? ഇവനിടെ കയറി പറഞ്ഞു വില കളഞ്ഞില്ലേ? എടാ, നീ ശരിക്കും ഗ്രാമത്തലവനെ കൊന്നാണോ, അതോ വല്ലവരും ചെയ്ത കുറ്റം ഏറ്റെടുത്തിട്ട് ജയിലിൽ പോയതാണോ? മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട. എണീച്ചു പോടാ, എണീച്ചു. അഭിനയം. എടാ, എന്റെ അമ്മയുടെ സത്യം, ഞാനാ കൊന്നത് ഈ കൈ കൊണ്ട് വെടിവെച്ച്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്ന ചത്തേനെ. കോടതി വിശ്വസിച്ചല്ലോ, എനിക്കത് മതി. എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണോ ഇല്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാമെന്നില്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോണം.